കാസർഗോഡ് അമ്പലത്തറയിൽ 7 കോടിയോളം രൂപയുടെ നിരോധിത നോട്ട് പിടികൂടി. പ്രവാസിയെ KP ബാബുരാജിന്റെ ഉടമസ്ഥതയുള്ള വീട്ടിൽ നിന്നാണ് നിരോധിച്ച 2000 രൂപയുടെ വ്യാജ കറൻസികൾ പിടികൂടിയത്. അബ്ദുൾ റസാഖ് എന്ന വ്യക്തിക്ക് 1 വർഷം മുമ്പ് വാടകയ്ക്ക് നൽകിയ വീടാണിത്. അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് ആ വീട്ടിൽ പരിശോധന നടന്നത്? ഈ നോട്ടുമായി ബന്ധപ്പെട്ട ആൾ പിടിയിലായിട്ടുണ്ടോ? 2000 നിരോധിത നോട്ടാണ്, അതിന്റെ വ്യാജ കറൻസി തന്നെയാണോ പിടികൂടിയിരിക്കുന്നത്? സുഹൈൽ, വിപണിയിൽ നിന്നും പിൻവലിച്ച 2000-ന്റെ 7.25 കോടി രൂപയുടെ കള്ളനോട്ടുകളാണ് പോലീസ് പിടിച്ചത്. അമ്പലത്തറ പാറപ്പള്ളി ഗുരുകുലത്തെ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് ഈ കള്ളനോട്ടുകൾ പിടികൂടിയിരിക്കുന്നത്. അമ്പലത്തറ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് മുതൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു, അതായത് വീടിന്റെ പൂജാമുറിയിലും ഹാളിലുമായി ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ നോട്ടുകൾ ഉണ്ടായത്. പരിശോധനയിൽ ആദ്യം കുറച്ച് നോട്ടുകൾ മാത്രമായിരുന്നു ഹാളിൽ നിന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് പൂജാമുറിയിൽ കൂടി പോലീസ് പരിശോധന നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടുകൾ കണ്ടെത്തിയത്. പാണത്തൂർ പനത്തടിയിലെ അബ്ദുൾ റസാഖാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. പാറപ്പള്ളിയിലെ വിദേശ മലയാളിയായ ബാബുരാജാണ് വീട്ടുടമസ്ഥൻ. പോലീസ് ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 2 ദിവസമായി ഇയാൾ നാട്ടിലില്ല എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്തായാലും ഈ അടുത്ത സമയത്താണ് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയതെന്നും പോലീസ് പറയുന്നുണ്ട്. നാട്ടുകാർക്കും ഈ ആളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. എന്തായാലും പോലീസ് ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. എന്തിനാണ് ഈ 2000 രൂപയുടെ, അതായത് വിപണിയിൽ നിന്ന് പിൻവലിച്ച 2000 രൂപയുടെ വ്യാജ കറൻസി ഇവിടെ സൂക്ഷിച്ചത് എന്ന കാര്യത്തിൽ പോലീസിനും ഒരു വിപണിയിൽ നിന്ന് പിൻവലിച്ച 2000 നോട്ട്, ഉപയോഗശൂന്യമായ 2000 നോട്ടിന്റെ 7 കോടിയോളം രൂപയുടെ വ്യാജ കറൻസികളാണ് പിടികൂടിയത്. പക്ഷേ ആളെ കിട്ടിയിട്ടില്ല.